എത്രയോ ഉദാത്തമായ രീതിയിൽ 12 വർഷം കൂടുമ്പോൾ നടക്കുന്ന കുംഭമേളകള് 12 × 12 144 വർഷം കൂടുമ്പോൾ നടക്കുന്ന മഹാകുംഭമേള. ഈ ഭാരതത്തിനെ ഭിന്നിപ്പിക്കാൻ വേണ്ടിയുള്ള നരേറ്റീവ്സ്, ആഖ്യാനങ്ങൾ വളരെ കൂടി നിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. ഹിന്ദു ഏതെങ്കിലും കാലത്ത് ഒന്നിക്കുന്നു എന്ന് കണ്ടാൽ ഹിന്ദുമത വിശ്വാസികള് യോജിപ്പോടുകൂടി ഈ രാഷ്ട്രത്തിനെ നയിക്കുന്നു എന്ന് കാണുന്ന സാഹചര്യത്തിലൊക്കെ തന്നെ ഈ സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാനും അന്തഛിദ്രമുണ്ടാക്കാനും പറയുന്ന ഒരു കാര്യമാണ് ജാതീയമാണ് ഹൈന്ദവ പ്രസ്ഥാനങ്ങൾ അല്ലെ ഹൈന്ദവ മതമെന്ന്. ജാതിപരമായി ചിന്തിക്കാനും അതിൽ കൂടി ഭിന്നിപ്പുണ്ടാക്കാനുമുള്ള തീവ്രമായ ശ്രമങ്ങൾ പല കോണുകളിൽ നിന്നും ഉണ്ടാകാറുണ്ട്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ മഹാകുംഭമേള അതിനൊക്കെ തന്നെ ഒരു ഉത്തരമായിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഭാരതം, ആ ഭാരതത്തിലെ ആകെ ജനസംഖ്യയുടെ ഏകദേശം 1/4 ജനങ്ങള് ഒരു സ്ഥലത്ത് ഒത്തുകൂടിക്കൊണ്ട് ഒരു നദിയിൽ പുണ്യസ്നാനം ചെയ്തപ്പോൾ നമ്മളോടൊപ്പം പുണ്യസ്നാനം ചെയ്ത വ്യക്തിയുടെ ജാതി നമ്മൾ തിരക്കിയില്ല. ഞാൻ സ്നാനം ചെയ്തപ്പോൾ എൻ്റെ തൊട്ടടുത്ത് നിന്ന സഹോദരന്റെയോ സഹോദരിയുടെയോ ഏത് ഗോത്രമാണെന്നോ ഏത് ജാതിയാണെന്നോ ഞാൻ തിരക്കിയില്ല. ഞങ്ങൾ ഒന്നിച്ച് ആഹാരം കഴിച്ചപ്പോൾ ഒരേ പ്ലേറ്റിൽ നിന്ന് എനിക്ക് ശേഷം കഴിച്ച അടുത്ത വ്യക്തി ഏത് ജാതിയാണ് എന്ന് ഞാൻ തിരക്കിയില്ല. എവിടെയാണ് ജാതി? തൊട്ടുകൂടായ്മയുണ്ട്, തീണ്ടിക്കൂടായ്മയുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളെ പരസ്പരം മത്സരിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സമൂഹത്തിന്റെ മുമ്പിൽ നമുക്ക് പ്രത്യക്ഷമായി ചൂണ്ടിക്കാണിച്ചു കൊടുക്കാനൊക്കുന്ന ഒരു സങ്കല്പമായിരുന്നു ഈ ഭാരതത്തിലെ സനാതന വിശ്വാസികൾ എല്ലാവരും തന്നെ ഒരമ്മയുടെ മക്കളാണ്, ഈ ഭാരതാംബയുടെ മക്കളാണെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ജാതി വർഗവ്യത്യാസമില്ലാതെ ഒന്നിച്ചു കുളിക്കാനും ഒന്നിച്ച് ആഹാരം കഴിക്കാനും ഒന്നിച്ച് പ്രാർത്ഥിക്കാനുമുള്ള ഒരവസരത്തിന് സാക്ഷിയായി നമ്മൾ മാറുമ്പോൾ നമ്മുടെ ഈ ഭാരതത്തിന്റെ ഈ സനാതന ധർമ്മത്തിന്റെ പ്രസക്തി കൂടി വരികയാണ്. ആ സ്നാനത്തിന് ശേഷം ഈ കേരളത്തിലേക്ക് സംഭാവന ചെയ്ത ഒരു മഹാവ്യക്തിത്വമാണ് മഹാമണ്ഡലേശ്വര സ്വാമി പൂജനീയ ആനന്ദവനം ഭാരതി മഹാരാജ്. ശങ്കരാചാര്യ സ്വാമികളാൽ സ്ഥാപിതമായ ഈ പ്രസ്ഥാനത്തിന് കേരളം സംഭാവന ചെയ്ത ഏറ്റവും ഉദാത്തമായിട്ടുള്ള ഒരു വ്യക്തിത്വം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ കേരളത്തില് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക്, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് എന്നും വളക്കൂറുള്ള ഒരു മണ്ണായിരുന്നു ഈ കൊച്ചു കേരളം. പക്ഷേ ആ കാലഘട്ടത്തിന്റെ പ്രവാഹത്തിനെ പറ്റി വളരെ ബോധ്യമുള്ള ഒരു വ്യക്തിത്വം നമ്മളുടെ ഇടയിൽ ജീവിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ പേരായിരുന്നു പൂജനീയ പി പരമേശ്വർജി. ഈ കേരളത്തിലെ സാമൂഹ്യ സാഹചര്യങ്ങളെ പറ്റി ഇത്ര വ്യക്തമായി പഠിച്ചിട്ടുള്ള ഒരു വ്യക്തിയെ നമുക്ക് കാണാൻ സാധിക്കില്ല. അദ്ദേഹം, നമുക്കറിയാം, സ്വാമിയുടെ പൂർവാശ്രമം, തീർച്ചയായിട്ടും ഒരു സന്യാസ ശ്രേഷ്ഠനെ പറ്റി സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പൂർവാശ്രമത്തിനെ പറ്റി പറയുന്നത് ശരിയല്ല എങ്കിൽ പോലും ഈ കാലഘട്ടത്തിന് അത് ചെറിയൊരു സൂചന നൽകേണ്ടതുണ്ട്. ഞാൻ അതിനെപ്പറ്റി 1-2 വാക്കുകൾ മാത്രം സൂചിപ്പിക്കാം. ഒരു കാലത്ത് കേരളത്തിലെ ഇടതുപക്ഷ യുവജന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ഏറ്റവും മുന്നണി പോരാളിയായി പോരാടിയിരുന്ന ഒരു വ്യക്തിയായിരുന്നു സ്വാമി. അദ്ദേഹത്തിന്റെ കലാലയ വിദ്യാഭ്യാസ കാലത്ത് SFI പോലുള്ള അതിതീവ്ര ഇടതുപക്ഷ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ നെടുനായകത്വം വഹിച്ച വ്യക്തിയിൽ നിന്ന് ഈ മഹാസന്യാസിയായി മാറിയതിനെ പറ്റി ശ്രീ പി പരമേശ്വർജി ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അതിന്റെ പേരാണ് മാർസിൽ നിന്ന് മഹർഷിയിലേക്ക് എന്ന് പറയുന്ന ഉദാത്തമായ ഒരു ഗ്രന്ഥം. അതെ, തന്റെ ജീവിതത്തിൽ വളരെ വ്യക്തമായ രീതിയിൽ ഉദാഹരണ സഹിതം പി പരമേശ്വർജി എന്താണോ പറഞ്ഞത്, ഒരു മാർസിൽ നിന്ന് മഹർഷിയായി മാറാൻ ശ്രമിച്ച, മാറിക്കഴിഞ്ഞിരിക്കുന്ന ഈ അപൂർവ വ്യക്തിത്വത്തിന് ആശംസ നൽകാൻ നമ്മളെ കൊണ്ട് ഈ അപൂർവമായ, ഈ ധന്യമായ മുഹൂർത്തത്തിൽ സാധിച്ചു എന്നുള്ളതാണ് ഇന്നത്തെ ഈ യോഗത്തിന്റെ അല്ലെങ്കിൽ ഈ കൂട്ടായ്മയുടെ ഏറ്റവും ആത്യന്തികമായിട്ടുള്ള ഒരു ധന്യമായ മുഹൂർത്തം എന്ന് വിശേഷിപ്പിക്കേണ്ടതുണ്ട്.